مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പടച്ച റബ്ബിൻ്റെ പരിശുദ്ധമായ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന, അതിനുവേണ്ടി സൽക്കർമ്മനിരതമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന മുവഹിദുകളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ധർമ്മനിഷ്ഠ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക സമൂഹത്തിൻ്റെ മാർഗദർശിയും വിശ്വാസികളുടെ നേതാവും ജേതാവും കാരുണ്യത്തിൻ്റെ തിരുദൂതരുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗ സൂചന മുമ്പേ നൽകിയിട്ടുള്ള സൂക്തങ്ങളും അതേപോലെ തന്നെ പ്രവാചകന്റെ മരണം അടുത്തു വരുന്നു എന്നതിലേക്ക് പ്രവാചകൻ നൽകിയിട്ടുള്ള സംഭാഷണം ഉൾപ്പെടെയുള്ള ഹദീസുകളുമാണ് രണ്ട് ഖുതുബകളിലായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മുന്നറിയിപ്പുകളിൽ പടച്ച റബ്ബിലേക്ക് ഞാൻ യാത്രയാകാനായിട്ടുണ്ട്, കാരണം എനിക്ക് വരുന്ന വഹീ അത് തുടരെ തുടരെ പെട്ടെന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം പ്രതിവർഷം ജിബ്രീൽ ഒരു തവണയാണ് നടത്താറുള്ളത്. എന്നാൽ മരണത്തോടടുത്ത വർഷത്തിൽ 2 തവണ പ്രവാചകന്റെ ഖുർആൻ പാഠം ജിബ്രീൽ നോക്കി. അതേപോലെ തന്നെ ഇഅ്തികാഫ് പ്രതിവർഷം 10 ദിനമായിരുന്നു എങ്കിൽ 20 ദിനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരുന്നു. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനിടയിൽ ഇടക്കിടക്ക് പ്രവാചകൻ പങ്കുവച്ചു, ലഅല്ലി ലാ അൽഖാകും ലഅല്ലി ലാ അദ്രി ലാ അൽഖാകും, വരുന്ന വർഷങ്ങളിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഇന്നിന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിക്കണേ, സ്വീകരിക്കണേ, പകർത്തേണമേ എന്ന് പറഞ്ഞു. ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനിടക്ക് അയ്യാമുത്ത് ശരീഖിന്റെ ദുൽഹജ്ജ് 12-ന് വിശുദ്ധ ഖുർആനിലെ 110-ാം അധ്യായം സൂറത്തുൻ നസ്റിന്റെ അവതരണം കൂടിയുണ്ടായി. ഇതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം അടുത്തിരിക്കുന്നു എന്നതിലേക്കുള്ള സൂചനകൾ പ്രവാചകൻ അറിയിച്ചതായിരുന്നു. ഇന്ന് പ്രവാചകന്റെ മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള ദിനങ്ങളിൽ പ്രവാചകൻ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ, അതിലെ സംഭവങ്ങൾ, സംസാരങ്ങൾ, സന്ദേശങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ താക്കീതുകൾ, സുവിശേഷങ്ങൾ, സാരോപദേശങ്ങൾ, അതിലെ ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയുവാൻ സൂചിപ്പിക്കുന്നത്. സമയമെടുത്ത് സംസാരിക്കേണ്ട വിഷയമാണ്. അങ്ങനെയെങ്കിലും പ്രവാചകന്റെ വേർപാടിനോടനുബന്ധിച്ച് അവസാന ദിനങ്ങളിൽ എന്തൊക്കെയാണ് ആമുഖമായി ഓതിവെച്ച ആയത്തിൽ അള്ളാഹു അറിയിച്ചതുപോലെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായി കടന്നു വന്ന കാരുണ്യത്തിന്റെ തിരുദൂതർ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് സംഭവിച്ചത് എന്തൊക്കെയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കുവെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്,
എപ്പോഴായിരുന്നു പ്രവാചകന്റെ വേർപാടുണ്ടായത്? ആ വേർപെട്ട് പോകുന്നതിന് മുമ്പ്, ഇഹലോകവാസം വെടിയുന്നതിന് മുമ്പ് ഉള്ള ദിനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളും ചര്യകളുമൊക്കെ എന്തൊക്കെയായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനയാണ്. ഹിജറ 11-ാം വർഷം, പ്രവാചകൻ മരണപ്പെട്ട വർഷമാണ്. ഹിജറ 11-ാം വർഷം സഫർ മാസത്തിൽ, മുഹറം കഴിഞ്ഞാൽ 2-ാമത്തെ മാസം സഫറാണ്. 3-ാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ. റബീഉൽ അവ്വലിലാണ് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്, റബീഉൽ അവ്വൽ 12-ന്. അപ്പൊ 2-ാമത്തെ മാസം ഹിജറ വർഷത്തിൽ റബീഉൽ അവ്വലിന്റെ തൊട്ട് മുമ്പ് ഹിജറ 11-ാം വർഷം സഫർ മാസത്തിന്റെ പ്രാരംഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിൽ ഖബറടക്കം ചെയ്യപ്പെട്ട രക്തസാക്ഷികളുടെ ഖബറുകൾ സന്ദർശിച്ചു. ആ സന്ദർശനത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വരികയും മിമ്പറിൽ കയറിക്കൊണ്ട് പ്രവാചകൻ സഹാബികൾക്ക് ഉപദേശം കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ അതിലും സൂചന നൽകി വളരെ അടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകാനിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകുന്ന ഹൗദുൽ കൗസർ ഞാനിതാ കാണുന്നു. ആകാശഭൂമികളുടെ ഖജനാവിന്റെ താക്കോൽ എൻ്റെ കയ്യിലെത്തിയതായി എനിക്ക് തോന്നുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളെ സംബന്ധിച്ച് ഭയപ്പെടുന്നത് ദുനിയാവിന്റെ വിഷയത്തിൽ നിങ്ങൾ മത്സരത്തിലാകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നാണ്. പ്രവാചകൻ അന്ന് ഭയപ്പെട്ട ദുനിയാവിന് വേണ്ടിയുള്ള മത്സരത്തിനിടക്ക് പാരത്രികമായ അനശ്വരമായ ജീവിതത്തിലേക്ക് വേണ്ട പലതും മറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളുടെ പരിണിത ഫലമായിക്കൊണ്ട് ഈ ഉമ്മത്ത് എവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ആലോചിക്കണം. കാരണം ദുനിയാവിന്റെ മത്സരത്തിലാണ് ഭരണാധികാരികളൊക്കെ ഐഹികമായ പ്രൊജക്റ്റുകൾക്കിടക്ക് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന, വേർപെട്ടു പോകുന്ന മനുഷ്യരുടെ വിഷയത്തിൽ നീതിയുടെ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയാതെ പോവുകയാണ്. ഹറാമിലേക്ക് ഒരു ഭാഗം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അരാജകത്വങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങേയറ്റം സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊടുന്നനെയുള്ള മരണത്തെ പ്രതീക്ഷിക്കാതെ അതിൽ അശ്രദ്ധ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന്റെ ഒരു മാസം മുമ്പ് മിമ്പറിൽ കയറിക്കൊണ്ട് സഹാബികളെ ഓർമ്മപ്പെടുത്തിയതും ആ വിഷയത്തിലാണ്. പിന്നീട് ആ രാത്രിയുടെ അർദ്ധഭാഗം, അതേ മാസത്തിൽ തന്നെ രാത്രി പിന്നിട്ടപ്പോൾ അതിന്റെ അർദ്ധഭാഗത്ത് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നേ വരെ ശക്തിയായ പിന്തുണ നൽകിയ പ്രവാചകന്റെ പ്രിയങ്കരായ സഹ അനുചരന്മാരിൽ പലരെയും മറമാടിയിട്ടുള്ള ബഖീഅ എന്ന ശ്മശാനത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രവാചകൻ പാപമോചന പ്രാർത്ഥനയും നടത്തി. അങ്ങനെ സഫറിന്റെ അവസാനത്തിലേക്ക് എത്തുന്നു. സഫർ 28 29 എന്ന് ഏതായിരുന്നാലും സഫറിന്റെ അവസാനം പ്രവാചകൻ അതാ വീണ്ടും ബഖീഅയിൽ ചെന്ന് ഒരു മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് പ്രവാചകന് തലവേദന ഉണ്ടാവുകയാണ്. ശക്തമായ തലവേദന ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലെത്തി ആയിഷ റളിയല്ലാഹു അൻഹയോട് തന്റെ പ്രയാസങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയും പറയാണ്. ഹദീസിൽ അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത് റജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ബഖീഅ, പ്രവാചകൻ ബഖീഅയിൽ നിന്ന് വരുന്ന സമയത്ത് ആദ്യം ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫവജദനി വ അന അജിദു സുദാഅൻ ഫീ റഅസി, എനിക്ക് പ്രവാചകരെ വല്ലാത്ത തലവേദനയുണ്ട് എന്ന്. വ അന അഖൂലു, പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞു, വാ റഅസാ ഫഖാൽ, എന്നാൽ എനിക്ക് ആയിഷ എനിക്കും അങ്ങേയറ്റത്തെ തലവേദനയുണ്ട് എന്ന്. അല്ല പ്രവാചകരെ, എൻ്റെ തലവേദനിക്കുകയാണ് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാല മാ ലറക്കി, നീ പേടിക്കേണ്ടതില്ല ആയിഷ, നീ ഭയപ്പെടണ്ട, നിനക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. ലൗ മിത്തി ഖബ്ലി, നീ എനിക്ക് മുമ്പ് മരിക്കുകയാണ് എങ്കിൽ ഫഖുംതു അലൈകി, നിനക്ക് നിർവഹിക്കാനുള്ളതൊക്കെ ഞാൻ നിർവഹിക്കും. ഫഗസ്സൽതുകി, നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും. വകഫൻതുകി, നിന്റെ കഫൻ ഞാൻ ചെയ്യും. വസല്ലൈതു അലൈകി, നിനക്ക് വേണ്ടി ഞാൻ മയ്യത്ത് നമസ്കരിക്കും. വദഫൻതുകി, നിന്നെ ഞാൻ മറമാടുകയും ചെയ്യും. പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാൻ, മരണത്തിന് മുമ്പ് കുടുംബത്തിനിടക്ക് മരണസ്മരണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കുകയാണ്. ഇതിൽ പറഞ്ഞ മറ്റൊരു പാഠം എന്താണ്? നമുക്കറിയാം, പ്രവാചകൻ എന്ന പ്രിയതമയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാ, നീ പ്രയാസപ്പെടണ്ട, നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാൽ മരണാനന്തര ക്രിയകളിൽ എല്ലാ കാര്യങ്ങളിലും ഈ ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. പഴയ കാലത്തൊക്കെ ഭാര്യ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭാര്യയുടെ മയ്യത്ത് കാണാൻ പോലും പറ്റാത്ത അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നും മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും മയ്യത്ത് സംസ്കരിക്കുന്നിടത്തും ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമില്ലാത്ത അവസ്ഥകളുണ്ട്.
അന്ധവിശ്വാസം കൊണ്ടല്ല, പല ആളുകൾക്കും പേടി കൊണ്ട്, മറ്റു ചില ആളുകൾക്ക് അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ. കാരണം മരണപ്പെട്ടു കഴിഞ്ഞാൽ ത്വലാഖായി എന്ന രൂപത്തിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ കാണുവാൻ കഴിയും. ഏതായിരുന്നാലും പ്രവാചക പാഠം മരിക്കുന്നതിന്റെ മുമ്പ് പ്രിയതമയോട് പറഞ്ഞത്, നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്നെ ഞാൻ സംസ്കരിക്കും, നിനക്ക് വേണ്ടി ഞാൻ മയ്യത്ത് നമസ്കരിക്കും, നിന്നെ ഞാൻ കഫൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഏറ്റവും അടുത്തവരാണ് ആ ക്രിയകൾ ചെയ്യേണ്ടത് എന്നാണ്. ഭാര്യയുടെ മയ്യത്ത് ഭർത്താവ് കുളിപ്പിക്കുകയാണ് എങ്കിൽ സഹായികളായിട്ട് വേണ്ടപ്പെട്ടവർക്ക് കൂടെ നിൽക്കാം. എന്നാൽ നേതൃത്വം കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് എത്രമേൽ നന്മയായിരിക്കുമെന്ന് ആലോചിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന കഠിനമായി കൊണ്ടിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ മുഅവ്വിദാത്തുകൾ ഓതി. അൻ ആയിഷത റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇസ്തകാ നഫസ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാതി വമസ്സഹ അൻഹു ബിയദിഹി. പ്രവാചകന്റെ നടപടിയായിരുന്നു, പ്രവാചകൻ ചെയ്തിരുന്നതായിരുന്നു. വേദനയോ പ്രയാസമോ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രവാചകൻ തന്റെ കയ്യിലൂതിക്കൊണ്ട് മുഅവ്വിദത്താനി, സൂറത്തുൽ ഫലഖുൻ നാസും ശരണം തേടൽ അധ്യായമാണ്, അത് ഓതി കയ്യിൽ ഊതിക്കൊണ്ട് എന്നിട്ട് ശരീരത്തിൽ തടവുമായിരുന്നു എന്ന്. എന്നാൽ പ്രവാചകൻ മരണത്തോടനുബന്ധിച്ചുള്ള വേദനയും പ്രയാസവും ഉണ്ടായപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഞാൻ അങ്ങനെ ഊതുകയും, കാരണം പ്രവാചകൻക്ക് ഊതാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രയാസത്തിലേക്ക്, ശാരീരിക അവശതയിലേക്ക്, വേദനയിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുഅവ്വിദത്താനി ഓതി ഞാൻ പ്രവാചകന്റെ കയ്യിലൂതി. കാരണം പ്രവാചക കയ്യിന്റെ ഐശ്വര്യം, പ്രവാചകന്റെ ആ ബറക്കത്ത് പ്രവാചകന് തന്നെ ലഭിക്കട്ടെ എന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഊതിക്കൊണ്ട് പ്രവാചകന്റെ കൈകൾ കൊണ്ട് പ്രവാചക ശരീരത്തിലൂടെ തടവിക്കൊടുത്തിരുന്നു. അംസഹു ബിയദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. രോഗം വരുന്ന സമയത്ത് മുഅവ്വിദത്താനി ഊതിക്കൊണ്ട് കയ്യിലൂതി ശരീരത്തിൽ തടവാവുന്നതാണ്. ചികിത്സ എടുക്കണം, കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ളത് നിർവഹിക്കണം. അതിനുശേഷം അഭൗതികമായ അദൃശ്യമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പടച്ച റബ്ബിന്റെ സവിധത്തിൽ നിന്നുള്ള ആത്മീയമായ പരിഹാര പ്രാർത്ഥന ഇങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർവഹിച്ചു കൊടുത്തതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോട് അനുബന്ധ ദിനങ്ങൾ പ്രവാചകന്റെ പ്രയാസവും വേദനയും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇബ്നു മസ്ഊദ് സഹാബികളിൽ പ്രമുഖനാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ സന്ദർശിക്കുകയാണ്. ഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തി പ്രവാചകന്റെ അടുത്ത് പ്രവേശിച്ചു. വഹുവ യുഅഖു, പ്രവാചകൻ വേദന കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക തുഅഖു വഅകൻ ശദീദ, താങ്കൾ അങ്ങേയറ്റം പ്രയാസം അഭിമുഖീകരിക്കുന്നു, അനുഭവിക്കുന്നുവല്ലോ എന്ന്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പ്രതിവചിച്ചു, അജൽ, അതെ, ഇന്നി ഉഅഖു കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളിലെ രണ്ടു പേർക്ക് മരണത്തോടനുബന്ധ സമയത്ത് ഉണ്ടാകുന്ന വേദന ഞാൻ ഒറ്റക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇബ്നു മസ്ഊദ് ഫഖുൽതു ദാലിക അന്ന ലക അജ്റൈൻ, പ്രവാചകരെ, താങ്കൾക്ക് രണ്ടുപേരുടെ പ്രതിഫലവും ലഭിക്കുമല്ലോ എന്ന്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മറുപടി പറഞ്ഞു, അജൽ, അതേ എന്ന്. സുമ്മ ഖാല, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാണ് നമുക്കുള്ള ഉപദേശം, അതാണ് ഈ ഉമ്മത്തികൾക്കുള്ള ഉപദേശം, അതാണ് ആ സമയത്ത് പ്രവാചകൻ പങ്കുവച്ചതിൽ നമുക്ക് പാഠമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദം മിൻ മറദിൻ, ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഏത് കാലത്താകട്ടെ, ഏത് സമയത്താകട്ടെ, ഏത് രോഗമാകട്ടെ, അദം മിൻ മറദിൻ, ഏതെങ്കിലും ഒരു അസുഖത്തിൽ നിന്ന്, ഏതെങ്കിലും ഒരു രോഗത്തിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ പരീക്ഷണമോ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫമാ സിവാഹു, അതുപോലെയുള്ളത്, അതിനെ കൂടാതെ, ഇല്ലാ ഹത്തല്ലാഹു ലഹു സയ്യിആതിഹി കമാ തുഹത്തു ശജറതു വറഖഹാ, മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്നത് പോലെ ആ രോഗം ബാധിച്ച് അതിൽ ക്ഷമയുടെ ഹുസ്നുൽ ക്ഷമ അവലംബിച്ച് സദ്വിചാരത്തോടുകൂടി സഹനം അവലംബിച്ച മുസ്ലിമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്നത് പോലെ പാപങ്ങൾ പരിഹരിക്കപ്പെടും, പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുമെന്നാണ്. വലിയ അസുഖം ബാധിച്ച് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് നമ്മുടെ ഭാര്യയാകാം, നമ്മുടെ ഭർത്താവാകാം, നമ്മുടെ സഹോദരനാകാം, നമ്മുടെ സഹോദരിയാകാം, മകളാകാം, മകനാകാം, വേണ്ടപ്പെട്ട ആരുമാകാം, സദ്വിചാരം അവർക്കും നമുക്കും ഉണ്ടാകണം.
പടച്ചറബിന്റെ പരീക്ഷണത്തിലാണ്. ഇനി വലിയ ഒരു തുറവിയിലേക്ക് പോകാനിരിക്കുകയാണ്. പാപക്കറകളൊക്കെ നീങ്ങി നിഷ്കളങ്കമായ നിഷ്കപടമായ മനസ്സുമായി ആത്മസംസ്കരണം സിദ്ധിച്ചു പോകാനുള്ള അവസരം അള്ളാഹു എന്റെ പ്രിയതമന് നൽകിയിരിക്കുകയാണ്. അള്ളാഹു എന്റെ പ്രിയതമക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹു എന്റെ ഉമ്മാക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹു എന്റെ ഉപ്പാക്ക് നൽകിയിരിക്കുകയാണ്. പരിചരണം ഞാൻ നന്നാക്കണം, പ്രാർത്ഥന നൽകണം. അവരെന്തൊക്കെ ഈ വിഷയത്തിൽ സഹിച്ചാലും അതിനൊക്കെ പകരം പടച്ചറബ് പാപമോചനത്തിലൂടെയും അതിലുപരിയായും ആത്മീയ ലോകത്ത് നൽകുമെന്ന പ്രത്യാശ, അതിനാണ് ഹുസ്നുൽ വന്ന്. അത് ഇവിടെ പറയുന്ന സമയത്ത് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞതാണ്. സദ്വിചാരത്തോടു കൂടിയല്ലാതെ നിങ്ങൾ ഈ ലോകം വിട്ട് പിരിയരുതേ എന്ന് പ്രവാചകന്റെ അവസാന ദിനങ്ങളിലെ സാരോപദേശമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന കാണുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. ആ കടന്നു വരവിനെ സംബന്ധിച്ച് പ്രിയതമയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അൻ ആയിഷത ഖാലത് അഖ്ബലത് ഫാത്തിമ, അങ്ങനെ ഫാത്തിമ വരികയാണ് വീട്ടിലേക്ക്. തംശി കഅന്ന മശ്യതഹാ മശ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ മകൾ, പ്രവാചകന്റെ പകർപ്പാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നടക്കുന്നത് കണ്ടാൽ പ്രവാചകനാണ് നടക്കുന്നത് എന്ന് തോന്നിപ്പോകും. കാരണം കഅന്ന മശ്യതഹാ, അവളുടെ നടത്തം, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നടത്തം മശ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ നടത്തം പോലെയായിരുന്നു എന്നാണ്. ഏതായാലും ഫാത്തിമ വന്നുകൊണ്ട് പ്രവാചകനെ പിതാവിനെ കാണുന്ന സമയത്ത് അൻ അനസിൻ ഫഖാലത് ഫാത്തിമ വാ കർബാബാ, എന്റെ പിതാവ് എത്ര വേദനയാണ് സഹിക്കുന്നത്. ഫഖാല ലഹാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ, ലൈസ അലാ അബീകി ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, ഫാത്തിമ ഇന്നേക്ക് ശേഷം, ഈ ദിവസത്തിന് ശേഷം, ഈ ദിനങ്ങൾക്ക് ശേഷം ഇനി നിന്റെ പിതാവിന് യാതൊരു പ്രയാസവും വേദനയും ഉണ്ടാവുകയില്ല എന്ന്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ആ ചെവിയിലേക്ക് രഹസ്യം പറയുകയാണ് പ്രവാചകൻ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർഹബൻ ബിക് ബിനതൈ, എന്റെ പൊന്നുമോളെ ഇങ്ങ് അടുത്ത് വാ, നിനക്ക് സ്വാഗതം. സുമ്മ അസറ ഇലൈഹാ ഹദീസൻ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യം പറയാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകളുടെ ചെവിയിലേക്ക്. ഫബക്കത്, ആദ്യം പറഞ്ഞത് കേട്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. സുമ്മ ലഹികത്, പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കുകയാണ്. ആ സമയത്ത് ആ രഹസ്യം പങ്കുവച്ചില്ല. പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്റെ പ്രിയതമൻ, നിന്റെ പിതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണസമയത്ത് നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ ആദ്യം നീ ചിരിക്കുകയും പിന്നീട് നീ കരയുകയും ചെയ്തല്ലോ, അതെന്തായിരുന്നു ഫാത്തിമ എന്ന് ചോദിച്ചു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പങ്കുവച്ചു. പ്രവാചകൻ എന്നെ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ, ഈ പിതാവ് അനുഭവിക്കുന്ന ഈ വേദനമുണ്ടല്ലോ, ഇത് മരണത്തിന്റെ അസുഖമാണ്, ഇത് മരണത്തിന്റെ വേദനയാണ് ഫാത്തിമ. ഹലറ അജലി, എന്റെ അവധി എത്തിയിരിക്കുകയാണ്. അത് കേട്ടപ്പോ മകള് ഞാൻ കരഞ്ഞുപോയി എന്ന്. പിന്നീട് നീ ചിരിച്ചല്ലതെന്താ? ഇന്നക്ക, പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഇന്നക്കി അവ്വലു അഹ്ലി ബൈത്തി ലഹാഖാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എന്നോട് ചേരുന്നത്, സ്വർഗലോകത്തെത്തുന്നത് ഫാത്തിമ നീയായിരിക്കും ആദ്യമെന്ന്. അമാ തർലൈന, നീ തൃപ്തിപ്പെടുമോ ഫാത്തിമ ഇതും പറഞ്ഞെന്നോട്? അൻതകൂനി സയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്വർഗ സ്ത്രീകളുടെ നേതാവ് ഫാത്തിമ നീയായിരിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചു പോയത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്. സുഖവും ദുഃഖവും സമ്മേളിച്ച വല്ലാത്ത സമയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം കഠിനമായി കൊണ്ടിരിക്കുകയാണ്. വ്യാഴാഴ്ചയിലേക്ക് എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാഴാഴ്ച വരെ, മഗ്‌രിബ് വരെ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. പ്രവാചകന്റെ നേതൃത്വം നമസ്കാരത്തിലും അതല്ലാത്ത സമയങ്ങളിലും ആഗ്രഹിച്ച സഹാബാ കിറാമിനെ ആ മഗ്‌രിബിന് ശേഷം പിന്നീട് പ്രവാചകൻ നേതൃത്വം കൊടുത്തിട്ടില്ല. മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം വേദന കൂടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി നിർവഹിച്ച മഗ്‌രിബ് ജമാഅത്തിൽ സൂറത്തുൽ മുർസലാത്ത് ഓതിയിരുന്നു. നിഷേധത്തെയും സത്യത്തെയും സ്വർഗത്തെയും നരകത്തെയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ആയത്തുകൾ ഓർമ്മപ്പെടുത്തിയുള്ള സൂറത്തുൽ മുർസലാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുകയാണ്. അങ്ങേയറ്റം പ്രയാസപ്പെട്ടാണ് ആ സമയത്തൊക്കെ പള്ളിയിലേക്ക് പ്രവാചകൻ വന്നിരുന്നത്. പ്രവാചകൻ വരാവുന്ന സമയത്തൊക്കെ പ്രവാചകൻ പ്രയാസം സഹിച്ചായാലും വന്നു. എന്നാൽ പല ഔലിയാക്കളുടെയും കറാമത്തുകൾ പറയുന്നതിനിടക്ക് 4ഉം 2ഉം 3ഉം ശരീരമുണ്ട്. ഒരു ശരീരം ജദ്ബിന്റെ ഹാലിലാണ്, അവർ നമസ്കരിക്കാതിരിക്കുകയാണ്. CM-നോട് പണ്ട് ചോദിച്ചത്രേ, എന്താ നിങ്ങൾ നമസ്കരിക്കാത്തത് എന്ന്. ആ സമയത്ത് കയ്യങ്ങ് നീട്ടിക്കാണിക്കുകയും കയ്യിലൊരു സ്ക്രീന് വരികയും CM അതാ ഹറമിൽ വലിയ വലിയ ആളുകൾക്ക് ഇമാമായി നിസ്കരിക്കുന്നു, എന്നാൽ നാട്ടിൽ നമസ്കാരവും ഇല്ല എന്നാണ്. ഇങ്ങനെ സ്ക്രീന് പ്രവാചകൻ കാണിച്ചിട്ടില്ല. പ്രവാചകൻ പരമാവധി നമസ്കാരത്തിന് വേണ്ടി വരികയാണ്.
പിന്നീടാണ് സിദ്ദീഖുൽ അക്ബറിന് ചുമതല കൊടുത്തത്. ആ സമയത്തും പ്രവാചകൻ പറഞ്ഞിട്ടില്ല സിദ്ദീഖുൽ അക്ബർ നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കൂ, യഥാർത്ഥത്തിൽ ഞാനാണ് നേതൃത്വം നൽകുന്നത്, എന്റെ ഒരു തടി ഈ റൂമിൽ രോഗശയ്യയിലാണെങ്കിലും ഒരു തടി നിങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ ഒരിക്കലും പങ്കുവച്ചിട്ടില്ല സുഹൃത്തുക്കളെ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ പറ്റുന്ന ബോധമുള്ള സമയത്തൊക്കെ ഈ ഉമ്മത്തിന് സഹാബികൾക്ക് നേതൃത്വം കൊടുത്ത് നമസ്കരിക്കുകയാണ്. പിന്നീട് രോഗം തീക്ഷ്ണമായി. പ്രവാചകൻ മഗ്‌രിബിന് ശേഷം പ്രവാചകൻ അവശനായി, ബോധം പോകാൻ തുടങ്ങി. ബോധം തെളിയുകയും ചെയ്തു. ഫഖാല, ആ തെളിയുന്ന സമയത്ത് പ്രവാചകൻ ചോദിക്കുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ അടുത്തുണ്ട്, അസ്വല്ലന്നാസ്, ആയിഷ ജനങ്ങൾ നിസ്കരിച്ചോ, സഹാബികൾ നിസ്കരിച്ചോ ആയിഷ? അപ്പൊ കൂടെ നിൽക്കുന്നവരൊക്കെ കൊല്ല, ഞങ്ങൾ പറഞ്ഞു ആയിഷ അടക്കം, ലാ ഇല്ല, ഹും യന്തളിറൂനക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, അവർ താങ്കളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. ഫൗമി അലൈഹി, വീണ്ടും പ്രവാചകന്റെ ബോധം നഷ്ടപ്പെടുകയാണ്. വെള്ളം അടുത്ത് വെച്ചിട്ടുണ്ട്, ബോധം വരുമ്പോഴൊക്കെ അതിൽ നിന്നെടുത്ത് പ്രവാചകൻ മുഖത്തൊക്കെ ഇങ്ങനെ കഴുകുന്നുണ്ട്, വെള്ളം തൊട്ട് ശരീരത്തിൽ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പ്രവാചകന്റെ ബോധം മിന്നിമറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന് മനസ്സിലായി ഇനി നേതൃത്വം കൊടുക്കാൻ സാധ്യമല്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇശ അടക്കം വ്യാഴാഴ്ച ഇശാവും പിന്നീട് തിങ്കളാഴ്ച സുബഹി വരെ 17 വക്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ഇസ്ലാമിക ലോകത്ത് പിന്നീട് പ്രഥമ ഖലീഫയായി കടന്നു വന്ന പ്രവാചകന്റെ നിഴലായി ജീവിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുകയാണ്. എന്നാൽ ആ അവസരം സിദ്ദീഖുൽ അക്ബർ ഉപയോഗപ്പെടുത്തിയില്ല. ആദ്യം ഫാർസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു ഇലാ അബീ ബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആളുകളെ അയച്ചു. ബിഅൻ യുസല്ലിയ ബിന്നാസ്, ജനങ്ങളുമായി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ഇനി താങ്കൾ നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ജനങ്ങൾ പ്രവാചകന്റെ അടുത്ത് വന്ന സഹാബികൾ പറഞ്ഞു, പ്രവാചകന് ഇശാഇന് വരാൻ സാധ്യതയില്ല, ഇനി താങ്കളോട് നേതൃത്വം കൊടുക്കാൻ പറയുകയാണ് എന്ന്. ഫഖാല അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാൻ, യാ ഉമർ സല്ലി ബിന്നാസ്, നീ ജനങ്ങളുമായി നിസ്കരിക്കണമെന്ന്. പ്രവാചകൻ നിന്ന മിഹ്റാബിലേക്ക് കയറാൻ സിദ്ദീഖുൽ അക്ബർ താല്പര്യം കാണിച്ചില്ല. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഭാരവാഹിത്വം കിട്ടിക്കഴിഞ്ഞാൽ മുന്നിൽ നടക്കാനും പിന്നീട് വരുന്ന സാധ്യതകളും ഒക്കെ പുതിയ കാലത്ത് ഈ ഉമ്മത്തിലെ വിവിധ സംഘടനകൾ, നേതാക്കന്മാർ എങ്ങനെയാണ് കരുക്കൾ നീക്കി ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ ഈ ചരിത്രത്തിലേക്ക് മടങ്ങണം. സിദ്ദീഖുൽ അക്ബറിന് എല്ലാ സാധ്യതയുണ്ടായിട്ടും പിന്നാക്കം നിൽക്കുകയാണ്. ഞാനതിന് യോഗ്യനാണോ എന്ന് ആലോചിക്കുകയാണ്. മാത്രവുമല്ല ആയിഷ റളിയല്ലാഹു അൻഹ സിദ്ദീഖുൽ അക്ബറിന്റെ മകൾ കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമയാണ്. ശുപാർശ പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്റെ പിതാവിനെ താങ്കൾ ഒരിക്കലും ഇമാമ നിർത്തരുത്. വകാന റജുലൻ റഖീഖൻ, പിതാവ് ആർദ്രതയുള്ള അഥവാ ആയത്തുകൾ ഓതി നമസ്കരിക്കുന്ന സമയത്ത് കരഞ്ഞു പോകും. പിന്നിൽ നിൽക്കുന്നവർക്ക് ആശയക്കുഴപ്പവും പ്രയാസവും ഉണ്ടായിത്തീരും. കാരണം അത്രത്തോളം റഖീഖാണ്, സൗമ്യനാണ് എന്റെ പിതാവ് എന്ന് പറയാൻ. പക്ഷേ പ്രവാചകന്റെ നിർദ്ദേശം സിദ്ദീഖുൽ അക്ബർ തന്നെ ഇമാമ നിൽക്കണമെന്നായിരുന്നു. അതൊരു ഇശാറത്താണ്, അതൊരു സൂചനയാണ്, അതൊരു ചരിത്ര നിയോഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. അതിന്റെ നാൾ വഴികൾ നീണ്ടു നിൽക്കുകയാണ്. ഷിയാക്കളടക്കം ഈ ഉമ്മത്തിൽ നിന്ന് തെന്നിപ്പോയതിൽ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ചരിത്രമാണ് അവർ ആവർത്തിച്ച് പഠിക്കേണ്ടത്. ഇസ്ലാമിക ലോകത്തിന്റെ ഒന്നാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അവകാശപ്പെട്ടതാണ് എന്ന് അന്യായമായ ചരിത്ര വിരുദ്ധമായ അവകാശം ഉന്നയിക്കുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ അവസാന ദിനങ്ങളിലെ പ്രത്യേക നിർദ്ദേശങ്ങളിലും അനുഷ്ഠാന മുറകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിലും അതേപോലെ തന്നെ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു സഹാബ വനിത സംശയം ചോദിക്കുകയാണ്. സംശയം നിവർത്തിച്ചു. ഇനി വല്ലതും ഉണ്ട് എങ്കിൽ പിന്നീട് വന്ന് നീ ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോ, പ്രവാചകരെ ഇനി വന്ന് ചോദിക്കുന്ന സമയത്ത് താങ്കൾ ജീവിച്ചിരിക്കില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോ അവിടെയും പ്രവാചകൻ പ്രതിവചിച്ചത്, ഇല്ലം തജിദിനി, നീ എന്നെ കണ്ടിട്ടില്ല എങ്കിൽ ഫദ്ഹബി ഇലാ അബൂബക്കർ, നീ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചെല്ലണം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണമെന്നാ പറഞ്ഞത്. അവിടെ ഈ രണ്ട് പാഠമുണ്ട്. അതെന്താ? നേരത്തെ പറഞ്ഞതുപോലെ സിദ്ദീഖുൽ അക്ബറാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇസ്ലാമിക ലോകത്തിന് എല്ലാ അർത്ഥത്തിലും നേതൃത്വം കൊടുക്കേണ്ടത് എന്ന സൂചന നൽകുകയും അതിന്റെ കൂടെ പിന്നീടുള്ള പാഠം എന്താണ്? പല ആളുകളും ചൂഷണങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക്, ഖബറുകളിലേക്ക്, ഇല്ലാത്ത കറാമത്തുകളിലേക്കൊക്കെ കൊണ്ടുപോയി മരിച്ചു കഴിഞ്ഞാലും അവർ പലതും നമുക്ക് പറഞ്ഞു തരും, നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, ഭാവിയുടെ ഭാഗതയം നിർണയിക്കുമെന്നാണ് എങ്കിൽ ഈ സഹാബ വനിതയോട്, ആ സഹോദരിയോട് പ്രവാചകർക്ക് എന്ത് പറയാമായിരുന്നു? ഞാൻ മരിച്ചു കഴിഞ്ഞാലും പിന്നീട് നീ വന്നു കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ നിനക്ക് പല വിധത്തിലായി മറുപടി പറയുമെന്ന് പ്രവാചകൻ പറഞ്ഞതായിട്ട് ചരിത്രമില്ല. ഉണ്ടോ? എല്ലാം വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും
ഇമാമ് നിൽക്കാൻ പറയാൻ. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാൻ, പ്രവാചകന്റെ കൃത്യമായ നിർദ്ദേശമനുസരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻത അഹഖു ബിദാലിക, സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ താങ്കളാണ് ഇതിന് അർഹൻ എന്ന് പറയാൻ. അങ്ങനെ 17 വക്ത് നമസ്കാരത്തിന് പിന്നീട് നേതൃത്വം കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ അവസാനത്തിലേക്ക്, അവസാന ദിനങ്ങളിലേക്ക്, റബീഉൽ അവ്വൽ മാസത്തിലേക്ക്, റബീഉൽ അവ്വലിലെ ഞായറാഴ്ച മരണപ്പെടുന്നതിന്റെ തലേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. അതിൽ പ്രവാചകൻ ചെയ്ത പ്രവർത്തികളിൽ തന്റെ അടിമകളെ പ്രവാചകൻ മോചിപ്പിച്ചു. അതേപോലെ തന്നെ തന്റെ കൈവശമുണ്ടായിരുന്നത് ആകെ 6-7 ദീനാറായിരുന്നു. ആ 6-7 ദിനാറും പ്രവാചകൻ ധർമ്മം ചെയ്യുകയാണ്. നമ്മളൊക്കെ മരിച്ചു പിരിയുമ്പോൾ എന്തൊക്കെ നമ്മുടെ അസറ്റ് ആയിട്ടുണ്ട്, ഭാര്യ അറിയാത്തത്, ഭർത്താവ് അറിയാത്തത്, മക്കൾ അറിയാത്തത്, മാതാപിതാക്കൾ അറിയാത്തത്, സഹോദരൻ അറിയാത്തത്, സഹോദരി അറിയാത്തത്, നമ്മുടെ ജീവിതത്തിന്റെ ധന്യതയും നമ്മുടെ അസറ്റിന്റെ വൈവിധ്യവും ഒക്കെ നമ്മൾ ആലോചിക്കുക. എല്ലാം കൊടുക്കണമെന്നല്ല, എന്തെങ്കിലുമൊക്കെ കൊടുത്ത് മരിച്ചു പിരിഞ്ഞാലും സദഖ ജാരിയ നിലനിൽക്കുന്ന പ്രതിഫലമായി ഉപയോഗപ്പെടുത്താനുള്ള വിവേകം നമ്മൾ കാണിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ടേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പല വചനങ്ങളിലൂടെ. പ്രവാചകൻ അതാ ധർമ്മത്തിൽ ഉള്ളതും നൽകുകയാണ്. അന്ന് രാത്രി അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വിളക്കില്ല. ഞായറാഴ്ച രാത്രി, പിറ്റേ ദിവസം റബീഉൽ അവ്വൽ 12, എന്നാൽ റബീഉൽ അവ്വൽ 11 ഞായറാഴ്ച രാത്രിയിൽ അവിടെ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ല, ഭക്ഷണം പാകം ചെയ്യാനുള്ള എണ്ണയില്ല, വിളക്ക് കത്തിക്കാൻ പോലും എണ്ണയില്ലാത്ത അവസ്ഥയിലാണ് പ്രവാചകന്റെ ഭവനം. മരണപ്പെടുന്നതിന്റെ തലേ ദിവസം രാത്രി അടുത്തേക്ക് പരിചാരകെ അയൽവാസിയുടെ വീട്ടിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അയക്കുകയാണ്. പാത്രം കൊടുത്തയച്ച് കുറച്ച് വിളക്കിലേക്കുള്ള എണ്ണ നൽകാൻ വേണ്ടിയിട്ട് പറയാൻ. ആലോചിക്കണം, വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടാ. റബീഉൽ അവ്വൽ 12ന്റെ തലേ ദിവസം രാത്രിയും റബീഉൽ അവ്വൽ 11ന്റെ പകലിലും രാത്രിയിലുമൊക്കെ പള്ളികളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റ് കത്തിക്കുന്ന ആളുകളെ, ദിനാഘോഷം സംഘടിപ്പിക്കുന്ന ആളുകൾ മനസ്സാക്ഷിയോട് ചോദിച്ചു കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ 11ന്റെ രാത്രിയിൽ പ്രവാചകന്റെ വീട്ടിൽ അനിവാര്യമായി വിളക്ക് കത്തിക്കാനും പാകം ചെയ്യുവാനുമുള്ള ഭക്ഷണവും അതേപോലെ തന്നെ എണ്ണയും ഉണ്ടായിരുന്നില്ല എന്ന് അത് കടം ചോദിക്കുകയാണ്. അതേപോലെ തന്നെ 30 സാഴ് ഗോതമ്പ് ബാർലിക്ക് വേണ്ടി ജൂതന്റെ വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്കി പണയം വെക്കപ്പെട്ടിരിക്കുകയാണ്. പ്രവാചകന്റെ വേർപാടിന്റെ സമയം 30 സാഴ് ഗോതമ്പിന്റെ ബാർലിയുടെ വിഷയത്തിൽ ജൂതന്റെ വീട്ടിൽ പടയങ്കി പണയം വെച്ചിരിക്കുകയാണ്. അതേ റബീഉൽ അവ്വൽ മാസത്തിൽ ഭക്ഷണ മാമാങ്കങ്ങൾ, ഭക്ഷണ വൈവിധ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ തിങ്കളാഴ്ച പ്രഭാതത്തിലേക്ക്, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട അടുത്ത ആഴ്ച ആ വിഷയം തുടർന്ന് സംസാരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക പാതയിലൂടെ മുന്നേറുവാനുള്ള സുന്നത്തിന്റെ അവബോധം, ശരിയോടുള്ള നിഷ്ഠയും പ്രതിബദ്ധതയും നിലനിർത്തുന്ന മുവഹ്ഹിദുകളിൽ, മുത്തബിഉ സുന്നകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദി അൻഅമനാ ബിഹിദായത്തിൽ ഇസ്ലാം വഹുവല്ലദി അക്രമനാ ബിൽ ഖുർആനിൽ കരീം വഹുവല്ലദി അക്രമനാ ബിസ്സുന്നത്തിൽ മുതഹ്ഹറ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീമിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ ദീനി വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ഐഹിക ജീവിതത്തിലെ ക്ഷേമം അനുഗ്രഹമായും പരലോക ജീവിതത്തിലെ മോക്ഷം അനിവാര്യമായും നേടിയെടുക്കുന്ന മുവഹ്ഹിദുകളും മുത്തഖീങ്ങളും മുത്തവക്കിലീങ്ങളുമാകുന്ന മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഖുതുബയിലും സംസാരത്തിലും പ്രാർത്ഥനയിലും നമ്മൾ ഉൾപ്പെടുത്താറുള്ള ഫലസ്തീൻ ഗസ വിഷയത്തിൻ്റെ കാലികമായ അതിലേറ്റവും ലേറ്റസ്റ്റായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഗസ കണ്ണീരും ചോരച്ചാലുകളുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് ഒരു ഉച്ചകോടിയൊക്കെ കൂടി പിരിഞ്ഞു. പ്രത്യേക പ്രവർത്തനങ്ങളോ ആസൂത്രണങ്ങളോ സാമ്പത്തിക ഉപരോധമോ നയതന്ത്ര സമ്മർദ്ദമോ മറ്റൊന്നും ബഹിഷ്കരണമോ ഒന്നുമില്ലാത്ത വിധത്തിൽ എന്തൊക്കെയോ ചിലത് ചർച്ച ചെയ്ത് പിരിഞ്ഞുപോയി
കാര്യമാത്രമായതല്ല എന്നത് തെളിയിക്കുന്ന വിധത്തിലാണ് വീണ്ടും സൈനിസത്തിന്റെ സമ്പൂർണമായ ഗസ അധിനിവേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും പ്രാർത്ഥനയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബന്ധവിച്ഛേദനങ്ങളൊക്കെ നടത്തിയ ആളുകളെ സംഗമിക്കുന്ന സദസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന പടച്ചറബി എത്ര സ്വീകരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതേപോലെ ഉപജീവനത്തിൽ ഹറാമ് കലർത്തിയിട്ടുണ്ട് എങ്കിൽ അതോടുകൂടി നമ്മൾ പടച്ചറബിനോട് ഗസക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ പീഡിതർക്ക് വേണ്ടിയോ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ലഭിക്കുമോ ഫലം ലഭിക്കുമോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലവരുവായി പ്രാർത്ഥിക്കുന്നുണ്ട്, പങ്കെടുക്കുന്നവരൊക്കെ ചിന്തിക്കണം, എൻ്റെ സാന്നിധ്യം ഒരു പ്രാർത്ഥനക്കുള്ള ഉത്തരം നഷ്ടപ്പെടാൻ കാരണമാകരുത്. തൗഹീദും തസ്കിയത്തും ജീവിത വിശുദ്ധിയും സാമ്പത്തിക ഉപജീവന വിശുദ്ധിയും ഉറപ്പുവരുത്തി ജുമഅയിൽ പങ്കെടുത്ത് ഇസ്ലാമിക ഉമ്മത്ത് പീഡിത ജനവിഭാഗമായ ഗസക്ക് വേണ്ടി പീഡിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ ഉത്തരം തീർച്ചയായും ലഭിക്കണമെന്ന അങ്ങേയറ്റത്തെ ചിന്തയോടുകൂടി നമ്മൾ തേടേണ്ടതുണ്ട്. കാരണം ഭരണാധികാരികൾക്ക് പ്രാർത്ഥന പോയിട്ട് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് അവിടേക്ക് എത്രത്തോളമാണ് പ്രാർത്ഥന ഉള്ളത് എങ്കിൽ. പേടിയാണ് അവർക്ക്. പ്രാർത്ഥിച്ചു കഴിഞ്ഞെങ്ങാനും ഗസയുടെ ഫലസ്തീനിന്റെ വിഷയം കേൾക്കുന്ന ആളുകളിലേക്ക് വന്ന് അതെങ്ങാനും അവരിൽ വല്ലാത്ത വൈകാരികത ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങളുടെ അധികാരം, രാജാക്കന്മാരാണ് അവർ, ഭരണാധികാരികളാണ് അവർ. പ്രവാചകൻ മരിക്കുന്നതിന്റെ മുമ്പ് അല്ലെ, ഞാൻ ആമുഖമായി ഒന്നാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ച ദുനിയാവിന്റെ മത്സരത്തിലാണ് അവര്. മാത്രവുമല്ല പട്ടാള വിപ്ലവത്തിലൂടെയൊക്കെ അധികാരം അന്യായമായി ഏറ്റെടുത്ത ആളുകളാണ് അവർ. അതുകൊണ്ട് ഹുബ്ബുദ്ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള പ്രേമം. പ്രവാചകൻ പറഞ്ഞത് ഈ ഉമ്മത്ത് അതപ്പതിക്കാനും എന്തുകൊണ്ടാണ് പലതും ലഭിക്കപ്പെടാതെ പോകുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനുള്ള തവക്കുലും ഇല്ലാതെ തസ്കിയത്തും തവക്കുലും ഇല്ലാത്തതിന്റെ കാരണം ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള പ്രമത്തത, ദുനിയാവിനോടുള്ള പ്രേമം. വ കറാഹിയത്തുൽ മൗത്ത്, മരിച്ചു പോകുമോ എന്ന പേടി, മരണത്തോടുള്ള വെറുപ്പും അതേപോലെ ദുനിയാവിനോടുള്ള പ്രേമവും ഇത്രമേൽ പതിതരാക്കി തീർത്തിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടുക, അള്ളാഹു അവർക്ക് അതിജീവനം നൽകുമാറാകട്ടെ. ഗസ സമൂഹത്തിന് അള്ളാഹു വിമോചനം നൽകുമാറാകട്ടെ. കാണുന്ന കാഴ്ചയിൽ സങ്കടമാണെങ്കിലും നമ്മൾ കാണാത്ത കാഴ്ചയിൽ അവർക്ക് അള്ളാഹു അഭൗതികമായ ലോകത്ത് സ്വർഗലോകത്ത് വലിയ സൽക്കാരം നൽകുന്നുണ്ടാകും. അള്ളാഹു അവർ കൊല്ലപ്പെടുന്ന സമയത്ത് അവരുടെ ഇസ്ലാമിയത്ത് ശരിയാണ് എങ്കിൽ, അവരുടെ നീയത്ത് ശരിയാണ് എങ്കിൽ, അവർക്ക് സ്വർഗപ്രവേശനത്തിലുള്ള കണ്ടീഷൻ പാലിച്ചവരാണ് എങ്കിൽ തീർച്ചയായും അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് സ്വർഗലോകത്ത് അവരെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നഷ്ടപ്പെട്ടതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി ഇരട്ടി പ്രതിഫലവും ഇരട്ടി ഇരട്ടി അനുഗ്രഹങ്ങളും പരലോക ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ഗസയെ ചോരച്ചാലാക്കിക്കൊണ്ടിരിക്കുന്ന സൈനിസ്റ്റ് സാമ്രാജ്യത്തെ രാഷ്ട്രങ്ങളെ സൈനിസത്തെ അള്ളാഹു നിന്ദ്യമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുതന്ത്രങ്ങൾ തകർക്കുമാറാകട്ടെ. അള്ളാഹുവേ, നീതിയുടെ, ധർമ്മത്തിന്റെ, മനുഷ്യാവകാശത്തിന്റെ നിലനിൽപ്പിന്റെ നല്ല നാളെ, നല്ല വർത്തമാനങ്ങളെ, നല്ല സന്ദേശങ്ങളെ മുൻഗാമികളിൽ ഇത്രമേൽ പരീക്ഷണ പീഡന സാഹചര്യങ്ങൾ നീ നൽകിയതുപോലെ നീ അറിയിക്കുകയും നിന്റെ നടപടിക്രമങ്ങളിലൂടെ നീ അത് നിർവഹിക്കുകയും ചെയ്യണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. പലവിധ അസുഖങ്ങളാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് ചികിത്സ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവർ അള്ളാഹു അവർക്ക് നീ ശമനം നൽകണമേ നാഥ. KNM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവും ഇസ്ലാഹി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രഷററുമായ സി മഹ്മൂദ് സാഹിബ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ, ശമനം നൽകുമാറാകട്ടെ. ജീവിതത്തിലേക്ക് ആഫിയത്തോടെ